അതാണ് അൾട്ടിമേറ്റ് സക്സസ് ഓഫ് ബിസിനസ്. ദാറ്റ് ഈസ് ദ അൾട്ടിമേറ്റ് സക്സസ് ഓഫ് ബിസിനസ്. ടീം ഉണ്ടെങ്കിലേ സിസ്റ്റം ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. ബിസിനസ്സിൽ 7 ഫങ്ഷൻസ് ഉണ്ട് ഏത് ബിസിനസ്സിലും. Greenlives Coaching and Training Solution. ബിസിനസ്സിൽ 6 സ്റ്റേജ് ഉണ്ട്. ഒന്നാമത്തെ സ്റ്റേജ് പറഞ്ഞാൽ സ്ട്രഗ്ലിംഗ് സ്റ്റേജ് ആണ്. എല്ലാ ബിസിനസ്സും ഇതിലൂടെ കടന്നു പോകും. അത് ടൈമിൽ മാറ്റം ഉണ്ടാവുന്നുള്ളൂ. രണ്ടാമത്തെ സർവൈവൽ സ്റ്റേജ്, മൂന്നാമത്തെ സ്റ്റെബിലിറ്റി സ്റ്റേജ്, നാലാമത്തേത് സക്സസ് സ്റ്റേജ്, അഞ്ചാമത്തെ സ്റ്റേജാണ് സ്കെയിലബിൾ ആവുക, ആറാമത്തെ സ്റ്റേജ് സെയിൽ ചെയ്യുക എന്നുള്ളതാണ്. സെയിലബിൾ ആവുക എന്നുള്ളതാണ്, ബിസിനസ്സിന് വിൽക്കുക എന്നുള്ളതാണ്. സ്കെയിലബിൾ ആയി കഴിഞ്ഞാൽ പിന്നെ സെയിൽ ചെയ്യണം. സെയിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? മേ ബി പബ്ലിക്, ഇപ്പം നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ പബ്ലിക് ലിസ്റ്റ് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ ഫ്രാഞ്ചൈസി കൊടുക്കുന്നതാവാം, അതല്ലെങ്കിൽ നമ്മൾ പിന്നെ എന്താ പറയുക ബ്രാഞ്ചസ് ആൻഡ് ഫ്രാഞ്ചൈസീസ് ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങുന്നതാവാം. ഇതൊക്കെ ബിസിനസ്സിനെ വിൽക്കുകയാണ്, നമ്മുടെ ബിസിനസ്സിനെ വിൽക്കുകയാണ്. അതാണ് അൾട്ടിമേറ്റ് സക്സസ് ഓഫ് ബിസിനസ്. ദാറ്റ് ഈസ് ദ അൾട്ടിമേറ്റ് സക്സസ് ഓഫ് ബിസിനസ്. അപ്പോൾ ആ സ്റ്റേജിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ആദ്യം ടീം വേണം. ദാറ്റ്സ് എ ബേസിക് കോൺസെപ്റ്റ് ഓഫ് ആദ്യം ടീം ഉണ്ടാവണം. ടീം ഉണ്ടെങ്കിലേ സിസ്റ്റം ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. ടീം ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് സിസ്റ്റം ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. സിസ്റ്റം ഉണ്ടെങ്കിലേ സ്ട്രാറ്റജി വർക്കൗട്ട് ആവുള്ളൂ. ടീം, സിസ്റ്റം, സ്ട്രാറ്റജി, ദാറ്റ് ഈസ് എ ഫൗണ്ടേഷൻ ഓഫ് എ സക്സസ്ഫുൾ ബിസിനസ്. ടീം ഇല്ലെങ്കിൽ സിസ്റ്റം വർക്കൗട്ട് ആവില്ല. സിസ്റ്റം ഇല്ലെങ്കിൽ സ്ട്രാറ്റജി നിങ്ങൾ എന്ത് തന്ത്രം ഉണ്ടായിട്ടും കാര്യമില്ല, വർക്കൗട്ട് ആവില്ല. കാരണം ആരാ സിസ്റ്റം അല്ല ഇവിടെ, ആരാ എക്സിക്യൂട്ട് ചെയ്യുക? ടീമില്ല. അപ്പോൾ ടീം, സിസ്റ്റം, സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറ്റുള്ളൂ? ഒരു ഓട്ടോ പൈലറ്റ് ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓട്ടോ പൈലറ്റ് ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഓൺട്രപ്രണർഷിപ്പ് മാസ്റ്ററിയിലെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഒരു ഓൺട്രപ്രണർഷിപ്പ് മാസ്റ്ററി ആവുക എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു ഓട്ടോ പൈലറ്റ് ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഓട്ടോ പൈലറ്റ് ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? ആദ്യം ടീം വേണം, ടീം ഉണ്ടാവണം. ടീം ഉണ്ടെങ്കിലേ പിന്നെ നിങ്ങൾക്ക് സെക്കൻഡ് ലെവൽ ലീഡേഴ്സിനെ ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. ടീമിൽ നിന്ന് വേണം സെക്കൻഡ് ലെവൽ ലീഡേഴ്സിനെ ബിൽഡ് ചെയ്യാൻ. ആ ടീമിൽ നിന്ന് മിടുക്കന്മാരായ ആളുകളെ നമ്മൾ എന്ത് ചെയ്യണം? സെക്കൻഡ് ലെവൽ ലീഡേഴ്സായിട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം. ബിസിനസ്സിൽ 7 ഫങ്ഷൻസ് ഉണ്ട് ഏത് ബിസിനസ്സിലും. വെദർ ഇറ്റ് ഈസ് B2B ഓർ B2C ഓർ മാനുഫാക്ചർ, ഏത് ബിസിനസ് ആണെങ്കിലും അടിസ്ഥാനപരമായിട്ട് 7 ഫങ്ഷൻസ് ഉണ്ടാവുക. ചിലതിൽ കൂടുതലുണ്ടാവാം, പക്ഷെ അതൊക്കെ ഡിവിഷൻസ് ആണ്. 1 മാർക്കറ്റിംഗ് ആണ്, 2 സെയിൽസ് ആണ്, 3 ഓപ്പറേഷൻസ്, 4 റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, 5 അക്കൗണ്ട്സ്, 6 HR, 7 ബിസിനസ് മാനേജ്മെൻറ്റ്. ഈ 7 ഫങ്ഷൻസ് കൂടിയതാണ് ബിസിനസ്. മാർക്കറ്റിംഗ്, സെയിൽസ്, ഓപ്പറേഷൻ, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, അക്കൗണ്ട്സ്, ദെൻ HR, ദെൻ ബിസിനസ് മാനേജ്മെൻറ്റ്. ഇല്ല, അത് ഫങ്ഷൻ അല്ല. ഇത് ഫങ്ഷനാണ്. ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് മാറും. ഈ ഫങ്ഷൻസ് ഫങ്ഷണൽ ആവലാണ് ബിസിനസ്. ഈ ഫങ്ഷൻസ് ഫങ്ഷണൽ ആക്കലാണ് ഒരു ഓണ്ടർപ്രണറുടെ പണി. ഈ 7 ഫങ്ഷണൽ ആകുമ്പോഴാണ് ബിസിനസ് മൂവ് ചെയ്യുക, ഫ്ലൈ വീല് മൂവ് ചെയ്യുക. ഒരു സൈക്കിളിൻ്റെ റിം എടുത്തു കഴിഞ്ഞാൽ ആ റിമ്മിൽ 7 ഫങ്ഷൻസ്, സൈക്കിളിൻ്റെ റിം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ 7 വില്ലുകൾ കൂടുമ്പോഴാണ് എന്ത് ചെയ്യുക? ആ വില്ല് പൊട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? സൈക്കിളിൻ്റെ നമ്മൾ റിം ഉണ്ടാവുമല്ലോ, റിമ്മിൽ നമ്മൾ എന്താ പറയുക? വില്ലല്ല പറയുക, സ്പോക്സ് എന്ന് പറയും ഇംഗ്ലീഷിൽ. വില്ല്, ആ വില്ല് പൊട്ടി അല്ലെങ്കിൽ ആ വില്ല് ബ്രോക്കൺ ആയി അല്ലെങ്കിൽ ആ വില്ല് മിസ്സായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? റിമ്മിൻ്റെ അലൈൻമെൻറ്റിനെ ബാധിക്കുന്ന പോലെ ഇതിൽ ഏതെങ്കിലും ഒരു ഫങ്ഷൻസ് മിസ്സാവുകയോ ബ്രോക്കൺ ആവുകയോ പൊട്ടിപ്പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ അലൈൻമെൻറ്റിനെ ബാധിക്കും. അപ്പോൾ ബിസിനസ്സിൻ്റെ അലൈൻമെൻറ്റിനെ ബാധിക്കാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ഈ പറയുന്ന ഫങ്ഷൻസ് ഫങ്ഷണലാവണം. ആദ്യത്തെ ഫങ്ഷണൽ ആവേണ്ട ഒരു സ്പോക്സ് ആണ് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗ് ഫങ്ഷണലാവണം. മാർക്കറ്റിംഗ് ഫങ്ഷണലായാൽ നമുക്ക് ലീഡ് ജനറേഷൻ നടക്കുകയുള്ളൂ. ലീഡ് ജനറേഷൻ നടക്കാതെ സെയിൽ നടക്കില്ല. അപ്പോൾ മാർക്കറ്റിംഗ് ഫങ്ഷണലാണ്. മാർക്കറ്റിംഗിൻ്റെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് ഓഫ് മാർക്കറ്റിംഗ് ഈസ് ലീഡ് ജനറേഷൻ. ലീഡ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തെന്താണ്? നമുക്ക് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് വേണം. എന്തിന്? ഈ വന്ന ലീഡുകൾ ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ് സെയിൽസിൻ്റെ പണി. അതാണ് റവന്യൂ ജനറേഷൻ. ദാറ്റ്സ് എ സെക്കൻഡ് ഡിപ്പാർട്ട്മെൻറ്റ്, സെക്കൻഡ് ഫംഗ്ഷൻ. മൂന്നാമത് ഓപ്പറേഷൻ ആണ്. ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എന്തിനാണ് ഓപ്പറേഷൻസ്? ഓപ്പറേഷൻ ഞാൻ ഇൻട്രാക്റ്റീവ് ആകാത്തത് നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? നമുക്ക് കസ്റ്റമേഴ്സിന് എന്ത് കൊടുക്കണം? വാല്യൂ ജനറേഷൻ കൊടുക്കണം, ഹാപ്പിനെസ് ജനറേറ്റ് ചെയ്യണം. അൾട്ടിമേറ്റ്ലി ഓപ്പറേഷൻസിൻ്റെ ഉദ്ദേശം വാല്യൂ ജനറേറ്റ് ചെയ്യുക, ഹാപ്പിനെസ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലാണ് ഓപ്പറേഷൻസ് അതിൻ്റെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ്സ് മീറ്റ് ചെയ്യുന്നത്.
നാലാമത് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്തിനാണ് കമ്പനി ആവശ്യം? പുതിയ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറങ്ങണമെങ്കിൽ, പുതിയ സർവീസ് മാർക്കറ്റിൽ ഇറങ്ങണമെങ്കിൽ ആ കമ്പനിക്ക് R&D ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവണം. അപ്ഡേഷൻ നടക്കണമെങ്കിലും, പുതിയ പ്രോഡക്റ്റ് ഇറങ്ങണമെങ്കിലും, എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് പുതിയ പ്രോഡക്റ്റ് കൊടുക്കണമെങ്കിൽ, പുതിയ സർവീസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് R&D വേണം. പിന്നെ വരുന്ന അക്കൗണ്ട്സ് ആണ്. അക്കൗണ്ട്സിന്റെ ഉദ്ദേശം എന്താണ്? അക്കൗണ്ട്സ് എന്ത് വേണം? അക്യുറസി ഉണ്ടാവണം, കംപ്ലയിൻസ് നടക്കണം, ദെൻ റിപ്പോർട്ടിംഗ് ഉണ്ടാവണം. ഇതെല്ലാം നടക്കുമ്പോഴാണ് അക്കൗണ്ട്സ് അതിൻ്റെ ഫങ്ഷൻസ് പൂർത്തിയാക്കുന്നത്. പിന്നെ വരുന്നത് HR ആണ്, ഹ്യൂമൻ റിസോഴ്സ്. HR-ന്റെ ഉദ്ദേശം എന്താ? റിക്രൂട്ട്മെന്റ്, പീപ്പിൾ ഡെവലപ്മെന്റ്, ഹാപ്പിനെസ്. ഇന്റേണൽ ടീം ഹാപ്പി ആവണം. ഇന്റേണൽ ടീം ഹാപ്പി ആയാലാണ് എക്സ്റ്റേണൽ ടീം ഹാപ്പി ആവുള്ളൂ. എക്സ്റ്റേണൽ ടീമാണ് യുവർ കസ്റ്റമേഴ്സ്. എക്സ്റ്റേണൽ ടീമാണ് നിങ്ങളുടെ കസ്റ്റമേഴ്സ്. അപ്പോൾ ഇന്റേണൽ ടീം ഹാപ്പി ആവണം. ഈ 6 ഫങ്ഷൻസും ഫങ്ഷണൽ ആക്കുക എന്നുള്ളതാണ് ബിസിനസ് ഓണറുടെ ആദ്യത്തെ പണി. അതാണ് മാനേജ്മെന്റിന്റെ പണി. മാനേജ്മെന്റിന്റെ പണി എന്താണ്? ഇത് ഫങ്ഷണൽ ആക്കണം. ഈ ഫങ്ഷൻസിനെ ഫങ്ഷണൽ ആക്കണം. ഈ ഫങ്ഷൻസിനെ ഫങ്ഷണൽ ആക്കണം എന്നുണ്ടെങ്കിൽ ഓണർ ആദ്യം എന്ത് ചെയ്യണം? ഇതിപ്പോൾ ഒരു ബിസിനസ് ആണെങ്കിൽ, ഇത് ചക്രവ്യൂഹത്തിലാണ് പല ഓണ്ടർപ്രണേഴ്സും ഉള്ളത്. ഇതൊരു കളത്തിൽ ഇയാൾ കുടുങ്ങി കിടക്കുകയാണ്. ഇയാൾ എന്ത് ചെയ്യണം? പുറത്തേക്ക് ഇറങ്ങണം. അപ്പോൾ ഇയാൾക്ക് ബിസിനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ, ഇതിനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിനെ സ്കെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഉള്ളിൽ നിന്നിട്ട് വളർത്താൻ കഴിയില്ല. 90% ബിസിനസ്സുകാരും ഉള്ളിലാണ്, ചക്രവ്യൂഹത്തിലാണ്. Greenlives Coaching and Training Solution.